ഹായ് മക്കളെ, അങ്ങനെ 10 ദിവസത്തെ വെക്കേഷന് ശേഷം നിങ്ങൾ സ്കൂളിൽ പോയി ജിൽജില്ലായി ഫ്രണ്ട്സിനെ കണ്ട് മീറ്റ് ചെയ്തു. അതിൻ്റെ കൂടെ നിങ്ങൾക്ക് പേപ്പറും കൂടി കിട്ടിയിട്ടുണ്ടാകും ഞാൻ വിചാരിക്കാം. നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യണം. നിങ്ങൾ കമൻറ്റ് ചെയ്യേണ്ട കാര്യം ഇത്രയേ ഉള്ളൂ. നിങ്ങൾക്ക് ഏതൊക്കെ വിഷയങ്ങളുടെ ആൻസർ പേപ്പറാണ് കിട്ടിയിട്ടുള്ളത്, അതൊക്കെ എത്ര മാർക്കാണ് നിങ്ങൾക്ക് കിട്ടിയിട്ടുള്ളത്. ഈ രണ്ട് കാര്യം എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യുക. ഇറ്റ്സ് മീ നാഫി, വെൽക്കം ടു എജ്യൂപോഡ് ക്ലാസ് 9. അപ്പോൾ നിങ്ങൾക്ക് ആൻസർ പേപ്പർ കിട്ടിക്കഴിഞ്ഞു. ഇനി നിങ്ങൾ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ ഞാനൊന്ന് പറഞ്ഞുതരാം. ഓക്കെ, അപ്പോൾ നിങ്ങൾ കറക്റ്റായിട്ടൊന്ന് കമൻറ്റ് ചെയ്യണം നിങ്ങൾക്ക് ഓരോ വിഷയത്തിലും എത്ര മാർക്ക് കിട്ടിയെന്നുള്ളത് കേട്ടോ. നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ആൻസർ പേപ്പർ നിങ്ങളൊന്ന് അനലൈസ് ചെയ്യാം. അതായത് നമ്മളിപ്പോൾ സോഷ്യലോ അല്ലെങ്കിൽ മാത്സോ ഫിസിക്സോ കെമിസ്ട്രിയോ ഏതൊരു സബ്ജക്റ്റ് ആണെങ്കിലും നിങ്ങൾ ആൻസർ പേപ്പേഴ്സ് കറക്റ്റ് ഒന്ന് അനലൈസ് ചെയ്യുക. ഓരോ ക്വസ്റ്റിൻ്റെയും ആൻസർ നിങ്ങൾക്ക് ടീച്ചേഴ്സ് എത്ര മാർക്കാണ് തന്നത്, ഫുൾ മാർക്ക് കിട്ടാത്ത ക്വസ്റ്റ്യൻസ് എന്തുകൊണ്ട് ഫുൾ മാർക്ക് കിട്ടിയില്ല, ഏത് ക്വസ്റ്റ്യൻസ് ആണ് തെറ്റിപ്പോയത്, ആ ക്വസ്റ്റ്യൻ എന്തുകൊണ്ട് തെറ്റിപ്പോയി, അങ്ങനെ എല്ലാ കാര്യങ്ങളും കറക്റ്റ് ഒന്ന് മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ചെയ്യേണ്ടത് നിങ്ങളുടെ ലെവൽ നിങ്ങൾ മനസ്സിലാക്കുക മക്കളെ. അപ്പോൾ നിങ്ങൾക്ക് ചില ആളുകൾക്ക് എന്ത് ചെയ്തിട്ടുണ്ടാവും, മാത്സ് ഒക്കെ ആണെങ്കിൽ 80 കിട്ടിയ ആളുകളുണ്ടാവും, 80 കിട്ടിയ ആളുകളുണ്ടാവും, സോഷ്യലാണെങ്കിൽ 80 കിട്ടിയ ആളുകളുണ്ടാവും. അപ്പോൾ നിങ്ങളുടെ ലെവൽ നിങ്ങൾ മനസ്സിലാക്കണം. നിങ്ങളുടെ ലെവൽ മനസ്സിലാക്കാനുള്ള ഏറ്റവും നല്ല ടെക്നിക്ക് എന്ന് പറഞ്ഞാൽ കാറ്റഗറൈസ് യുവർ സബ്ജക്റ്റ്. നിങ്ങൾക്ക് കിട്ടിയ മാർക്കിനനുസരിച്ച് നിങ്ങളുടെ സബ്ജക്റ്റ് നിങ്ങൾ 3 കാറ്റഗറി ആക്കി മാറ്റണം. കാറ്റഗറി എ, കാറ്റഗറി ബി, കാറ്റഗറി സി. ഈ കാറ്റഗറി എ എന്ന് പറഞ്ഞാൽ എന്താ, A+ഉം A ഗ്രേഡും കിട്ടിയ സബ്ജക്റ്റാണ് കാറ്റഗറി ബി. B+ഉം B ഗ്രേഡും കിട്ടിയ സബ്ജക്റ്റാണ് കാറ്റഗറി ബി. പിന്നെ അതേപോലെ C+ഉം Cയും D+ഉം കിട്ടിയ സബ്ജക്റ്റാണ് കാറ്റഗറി സി. ഇങ്ങനെ 3 കാറ്റഗറി ആയിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, നിങ്ങളുടെ എല്ലാ സബ്ജക്റ്റിനെയും നിങ്ങൾ മാറ്റണം. എന്ന് നിങ്ങൾ ചെയ്യേണ്ടത് ഈ കാറ്റഗറി എയിലുള്ള സബ്ജക്റ്റ് പറഞ്ഞാൽ എന്താ, A+ഉം Aയും കിട്ടിയ സബ്ജക്റ്റ് പറഞ്ഞാൽ അടിപൊളിയാണ്, നിങ്ങൾക്കത് നല്ല സ്കില്ലുണ്ട്, നിങ്ങൾക്ക് ആ സബ്ജക്റ്റ് അടിപൊളി പഠിക്കാൻ പറ്റും. അപ്പോൾ നിങ്ങൾ ആ സബ്ജക്റ്റിനെ കുറിച്ചിട്ട് ആലോചിച്ചിട്ട് വലിയ ടെൻഷൻ അടിക്കേണ്ട. ഇപ്പം പഠിക്കുന്ന പോലെ തന്നെ പഠിച്ചാൽ ആ സബ്ജക്റ്റ് നിങ്ങൾക്ക് എന്ത് ചെയ്യും, ആനുവൽ എക്സാമിന് സെറ്റ് ആവും. ഇനി കാറ്റഗറി ബി എന്ന് പറഞ്ഞാൽ എന്താ, B+ഉം Bയും കിട്ടിയ സബ്ജക്റ്റാണ്. അപ്പോൾ നിങ്ങൾ ഇപ്പം പഠിക്കുന്നതിനേക്കാൾ കുറച്ച് കൂടുതൽ സമയം, അല്ലെങ്കിൽ ഇപ്പോഴത്തേക്കാൾ ഒരു 30%, 40% അധികം നിങ്ങൾ എന്ത് ചെയ്യണം, ഈ ബി കാറ്റഗറി പെടുന്ന സബ്ജക്റ്റ് നിങ്ങൾ എന്ത് ചെയ്യണം, മാറ്റി വെക്കണം. അപ്പോൾ നിങ്ങളിപ്പോൾ ഫിസിക്സ് ഇപ്പോൾ B+ കിട്ടിയെങ്കിൽ ഫിസിക്സ് ഏത് സബ്ജക്റ്റ് ആ കാറ്റഗറി ബിയിലാണ്. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം പഠിക്കുന്നതിനേക്കാളും കുറച്ചധികം സമയം നിങ്ങൾ എന്ത് ചെയ്യണം, കാറ്റഗറി ബിക്കായിട്ട് മാറ്റി വെക്കണം. ഇനി കാറ്റഗറി സി എന്ന് പറഞ്ഞാൽ ഏതാ, C+, C, D+, ഈ 3 ഗ്രേഡുകളുടെ സബ്ജക്റ്റാണ്. ഇതിനാണ് മക്കളെ നിങ്ങൾ സമയം കൂടുതൽ മാറ്റി വെക്കേണ്ടത്. കാരണം ഏറ്റവും ടഫുള്ള സബ്ജക്റ്റ് ഏതാണ്, നിങ്ങൾക്ക് പഠിക്കാൻ ബുദ്ധിമുട്ടുള്ള സബ്ജക്റ്റ് ഏതാ, കാറ്റഗറി സിയിൽ പെട്ടതാണ്. അപ്പോൾ എന്ത് ചെയ്യണം, ഈ സബ്ജക്റ്റിനായി ഇപ്പം നിങ്ങൾ ഇതിനേക്കാൾ ഒരു 70%, 70% അധികം എഫേർട്ട്. ഇപ്പോൾ ചിലപ്പോൾ കെമിസ്ട്രി മാത്സ് ഒക്കെ ചിലപ്പോൾ നിങ്ങൾക്ക് ഈ കാറ്റഗറി സിയിലായിരിക്കും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം, ഇപ്പം പഠിക്കാൻ എടുക്കുന്ന സമയത്തേക്കാൾ കൂടുതലായിട്ട് പഠനത്തിനായിട്ട് കൂടുതൽ സമയം ചിലവഴിച്ച് പ്രോബ്ലംസ് ഒക്കെ ചെയ്ത് കോൺസെപ്റ്റ് കൂടുതൽ മനസ്സിലാക്കി കൂടുതൽ സമയം ചിലവഴിക്കേണ്ടത് കാറ്റഗറി സിക്ക് വേണ്ടിയിട്ടാണ്. അപ്പോൾ ഇങ്ങനെ 3 കാറ്റഗറി ആക്കി നിങ്ങൾ തിരിക്കുക. എന്നിട്ട് നിങ്ങൾ എന്ത് ചെയ്യണം, ഇതിൽ ഒരു ലിസ്റ്റാക്കി വെച്ചിട്ട് ഓരോ സബ്ജക്റ്റും പഠിക്കാനായിട്ട് നിങ്ങൾ കൂടുതൽ സമയം മാറ്റുക. ഏതിലെ സി കാറ്റഗറി സി പെട്ട സബ്ജക്റ്റാണ് നിങ്ങൾ ഏറ്റവും കൂടുതൽ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത്. അത് കഴിഞ്ഞാൽ ബി, കാറ്റഗറി ബിക്ക് കൊടുക്കുക. കാറ്റഗറി എ നിങ്ങൾ എന്ത് ചെയ്യരുത്, എനിക്ക് അറിയാവുന്ന സബ്ജക്റ്റാണ് വിചാരിച്ച് നിങ്ങൾ എന്ത് വെറുതെ ഒഴിവാക്കരുത്. കാരണം ഇപ്പം പഠിക്കുന്ന പോലെ കണ്ടിന്യൂസ് ആയിട്ട് പഠിച്ചിട്ടില്ലെങ്കിൽ കാറ്റഗറി എയിലുള്ള സബ്ജക്റ്റൊക്കെ സിയിലേക്ക് വരും. അപ്പോൾ നിങ്ങൾ എന്ത് ചെയ്യുക, നന്നായിട്ട് ഈ 3 കാറ്റഗറിയുള്ള സബ്ജക്റ്റ് പഠിക്കുക. ഏറ്റവും ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് കാറ്റഗറി സിക്കാണ്. അപ്പോൾ നിങ്ങൾ ഇനി ചെയ്യേണ്ട പരിപാടി, നിങ്ങൾ ഓൾറെഡി നിങ്ങളുടെ ഓണം എക്സാമിന് മാർക്കൊക്കെ നിങ്ങൾ കമൻറ്റ് ചെയ്തിട്ടുണ്ടാവല്ലോ. നിങ്ങളുടെ ഓരോ സബ്ജക്റ്റും ഇതിൽ ഏതൊക്കെ കാറ്റഗറിയിലാണ് വരുന്നത് എന്നുള്ളൊരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യുക. മക്കൾ നിങ്ങൾ ഒരു പേടിയും പേടിക്കേണ്ട. ഇപ്പോൾ നമ്മുടെ ഓണം എക്സാം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ. ഇതിപ്പോൾ മാസം സെപ്റ്റംബറാണ്. ഇനി ഒക്ടോബർ, നവംബർ, ഡിസംബറിലാണ് നമ്മൾ ഏറ്റവും പ്രധാനപ്പെട്ട എക്സാം. അടുത്ത എക്സാം ഏതാടാ, ക്രിസ്മസ് എക്സാം വരുന്നത്. അപ്പോൾ നിങ്ങൾക്കിപ്പോൾ ഓണം എക്സാമിന് സമയം നിങ്ങൾ പഠിച്ചിട്ടില്ല, നിങ്ങൾ കളിച്ച് നടന്നു, നിങ്ങൾ ശ്രദ്ധിച്ചില്ല, അങ്ങനെ ആക്കി ഇങ്ങനെ ആക്കി, കഴിഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ആലോചിക്കുകയേ വേണ്ട. കഴിഞ്ഞ കാലം കാറ്റിനക്കരെ എന്ന് പറയാറില്ല, കഴിഞ്ഞതിനെ കുറിച്ച് നിങ്ങൾ ചിന്തിക്കേണ്ട. ഇനി മുതൽ ഞാൻ പഠിക്കുന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിൽ കൊണ്ടുവരിക. നിങ്ങൾ പഠിക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങളുടെ കൂടെയുണ്ട് എജ്യൂപോട്ട്. അപ്പോൾ ഓണം എക്സാം നിങ്ങൾ ഫിസിക്സിലോ ആയപ്പോൾ കെമിസ്ട്രിയിലോ ആയപ്പോൾ സോഷ്യൽ പഠിച്ചിട്ടില്ല, മാത്സ് ഞാൻ പ്രോബ്ലംസ് നോക്കിയില്ല, അതൊക്കെ കഴിഞ്ഞു. അതിനൊക്കെ നിങ്ങൾ ഒഴിവാക്കുക. ഇന്ന് മുതൽ ഈ ഒരു വീഡിയോ കണ്ടു കഴിഞ്ഞത് മുതൽ ഇന്ന് മുതൽ ഞാൻ പഠിക്കാൻ തയ്യാറാണ്. ഞാൻ ഇനി എൻ്റെ ദിവസം ഒരു 3-4 മണിക്കൂർ ഞാൻ പഠനത്തിനായിട്ട് മാറ്റി വെക്കുന്നുള്ളൊരു ചിന്ത നിങ്ങളുടെ മനസ്സിലേക്ക് വെക്കാൻ തയ്യാറാണെങ്കിൽ നിങ്ങൾ വിജയിച്ചവരാണ്. കാരണം ഓണം എക്സാമൊക്കെ നിങ്ങൾക്ക് മാർക്ക് കുറഞ്ഞ് നിങ്ങൾ ടീച്ചേഴ്സിനോട് ചീത്ത കേൾക്കാൻ ചാൻസ് ഉണ്ട്, പാരൻസിനോട് ചീത്ത കേൾക്കാൻ ചാൻസ് ഉണ്ട്. നിങ്ങൾ ചിലപ്പോൾ അവരെന്തെങ്കിലും കുറച്ച് കുറ്റം പറഞ്ഞേക്കാം, നിങ്ങൾ ചിലപ്പോൾ എന്താണ് ശകാരിച്ചേക്കാം, വഴക്ക് പറഞ്ഞേക്കാം. പക്ഷേ നിങ്ങളെ വഴക്ക് പറഞ്ഞവർ, നിങ്ങളെ ചീത്ത പറഞ്ഞവരുടെ മുമ്പിലൊക്കെ നിങ്ങൾക്ക് തലയുയർത്തി പുഞ്ചിരിച്ച് നിൽക്കാനുള്ള ഒരു അവസരം വരുന്നുണ്ട് ഡിസംബറിൽ നടക്കുന്ന ക്രിസ്മസ് എക്സാം. ആ ക്രിസ്മസ് എക്സാമിന് ഈ പറയുന്ന പോലെ സബ്ജക്റ്റിനെ എല്ലാം 3 കാറ്റഗറിയാക്കി തിരിച്ച് പഠിക്കാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ മക്കളെ, നിങ്ങളെ പഠിപ്പിച്ച് തരാൻ കൂടെയുണ്ട് എജ്യൂപോട്ട്. നിങ്ങളൊരു പേടിയും പേടിക്കണം. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ടത് എന്താ, ഇപ്പം നിങ്ങളെ ചീത്ത പറഞ്ഞവരോടൊക്കെ നിങ്ങൾ പറയാം,
ക്രിസ്മസ് എക്സാം വരട്ടെ, അതിന് ഞാൻ സെറ്റാക്കി കാണിച്ചു. പക്ഷെ വെറുതെ പറഞ്ഞാൽ പോരാ, അതിനുവേണ്ടി പണിയെടുക്കാൻ നിങ്ങൾ തയ്യാറാവണം, പഠിക്കാൻ തയ്യാറാവണം. അപ്പോൾ ആദ്യം ചെയ്യേണ്ടത് എന്താ, നിങ്ങൾക്ക് ഓണം എക്സാമിന് കിട്ടിയ ആൻസർ പേപ്പർ ഒന്ന് അനലൈസ് ചെയ്തിട്ട് ഓരോ സബ്ജക്റ്റിനെയും 3 കാറ്റഗറി ആക്കി മാറ്റുക. എന്നിട്ട് ഇപ്പം നിങ്ങളെ ചീത്ത പറഞ്ഞവരെയും ഇപ്പം നിങ്ങളെ വഴക്ക് പറഞ്ഞവരെയും ഒക്കെ മുന്നിൽ നിങ്ങൾ ഒരു വിജയെ പോലെ, വിരാട് കോഹ്ലിയെ പോലെ, ലയണൽ മെസ്സിയെ പോലെ, ക്രിസ്ത്യാനോ റൊണാൾഡോയെ പോലെ നിങ്ങളിങ്ങനെ ഉയർത്തെഴുന്നേറ്റ് നിൽക്കുന്ന സമയമായിരിക്കും ഇത് നിങ്ങളുടെ ക്രിസ്മസ് എക്സാം. അത് നിങ്ങളുടെ കൂടെ പോയിട്ടുണ്ട്. സോ നിങ്ങളൊരു പേടിക്കണം, പക്ഷേ പഠിക്കാൻ നിങ്ങൾ തയ്യാറാകണം. സെറ്റല്ലേ? അപ്പോൾ മക്കളെ, നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നിങ്ങളുടെ ഫ്രണ്ട്സിൽ ആർക്കൊക്കെ ഇത്തരത്തിൽ പഠിക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ അവർക്കൊക്കെ ഈ വീഡിയോ അയച്ചു കൊടുത്തിട്ട് പറയാം അവരുടെ കൂടെ ഉണ്ട് പോട്ട്. ഇനി നിങ്ങൾ ചെയ്യേണ്ട കമൻറ്റ് ചെയ്യേണ്ട ഒരു കാര്യം എന്താ, നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ വിഷയത്തിൽ എന്തെങ്കിലുമൊക്കെ ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ആ ഒരു കാര്യം കൂടി നിങ്ങൾ എന്ത് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. അപ്പോൾ മറ്റൊരു വീഡിയോയുമായിട്ട് വീണ്ടും കാണാം. അപ്പോൾ ഇനിയുള്ള എക്സാമുകളൊക്കെ നിങ്ങൾക്ക് സെറ്റാവും. ഓൾ ദ ബെസ്റ്റ്. ഇതൊരു കഷ്ടം പേപ്പർ മാത്രം നിങ്ങൾ ഓണം എക്സാമിൻ്റേത്. നിങ്ങൾ ക്രിസ്മസ് എക്സാമിലേക്ക് സെറ്റ് ആക്കാൻ നിങ്ങളുടെ കൂടെ പോയിട്ടുണ്ട്. സോ ഓണം എക്സാമിന് മാർക്ക് കുറഞ്ഞ ആളുകളും ചീത്ത കേട്ട് ആളുകളൊക്കെ അത് മറക്കുക. ക്രിസ്മസ് എക്സാം നമ്മൾ സെറ്റാക്കും. സോ വീണ്ടും കാണാം. അതിലേക്ക് ബൈ.